ഹലോ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒരു ചപ്പാത്തിയൊക്കെ വെച്ചിട്ട് പെട്ടെന്നൊരു ടിഫിനോ എന്ത് വേണമെങ്കിൽ പറയണ്ട അങ്ങനത്തെ ഒരു ഐറ്റം തയ്യാറാക്കലാണ്. ഇത് തയ്യാറാക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മോളിന്ന് ഓഫീസ് വിട്ട് വന്നപ്പോൾ പറഞ്ഞു അമ്മ ഈ വിശന്നിട്ട് വയ്യ എന്തെങ്കിലും കഴിക്കാൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സാധാരണ അവൾ ഓഫീസ് വിട്ട് വന്നിട്ട് ചോറ് ഉണ്ണാറ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അവൾ ഓഫീസിലേക്ക് ചപ്പാത്തിയെ കൊണ്ടുപോവുക. അപ്പോൾ ഇന്ന് വന്ന ഉടനെ വന്നിട്ട് ചിലപ്പോൾ ചോറൊക്കെ എടുത്ത് കഴിക്കും. അപ്പം ഞാൻ പറഞ്ഞു ചോറ് എടുത്തുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അമ്മയെ ചോറ് തിന്നാനുള്ള വിശപ്പല്ല വേറെ എന്തെങ്കിലും ഉണ്ടാക്കി തരാം. അങ്ങനെ വിശപ്പ് 2-3 തരമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ശരി, അപ്പം ഞാൻ ഉണ്ടാക്കി തരാം. ഒരു ചപ്പാത്തി ഉണ്ടായിരുന്നു, അതൊന്ന് പതുക്കെ ചൂടാക്കി കുറച്ച് വെജിറ്റബിൾസൊക്കെ വെച്ച് സെറ്റാക്കി കൊടുത്തു, റോൾ ചെയ്തൊക്കെ കൊടുത്തു. അപ്പോൾ അവൾ കിട്ടിയ വെച്ചെന്താ പറയുക, വാവ് ചിക്കൻ റാപ്പ്. അപ്പം ഞാൻ അങ്ങനെയോ അതിന് പേരുണ്ടോ, നന്നായില്ലോ. ഞാനിത് ആദ്യമായിട്ട് കേൾക്കണം കേട്ടോ, ചിക്കൻ റാപ്പ്. എന്തായാലും ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വയ്ക്കാം കേട്ടോ. പാത്രം കാലിയാവും അറിയില്ല, കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആകെ ഒരെണ്ണം ഉണ്ടാക്കിയുള്ളൂ മോൾക്ക് വേണ്ടി മാത്രം. അപ്പോൾ ടേസ്റ്റ് ചെയ്യാനൊന്നും എനിക്ക് കിട്ടിയില്ല. അങ്ങനെ അപ്പം നമുക്ക് എങ്ങനെ തയ്യാറാക്കണേ നോക്കാം കേട്ടോ. ഒരു ചപ്പാത്തി ചൂടാക്കിയിട്ട് അത് വെച്ചു. അതിൻ്റെ മുകളിലേക്ക് ഗ്രീൻ കളറിൽ, അതായത് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഉപ്പ് എന്നിവ ചേർത്ത് മിക്സിയിൽ അരച്ച് വെച്ചത്, കുറച്ച് പുതിന ഉണ്ടാവും. എന്നിട്ട് അത് കുറച്ചൊന്ന് സ്പ്രെഡാക്കി കൊടുത്തു. സ്പൈസ് കൂടുതൽ വേണമെന്ന് വെച്ചാൽ കൂടുതൽ ചേർക്കാം കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് ചെറുതായി അരിഞ്ഞ കുക്കുംബർ ഇട്ട് കൊടുത്തു. അതിൻ്റെ മുകളിലേക്ക് ഞാൻ ചെറുതായി അരിഞ്ഞ നമ്മുടെ ക്യാരറ്റ് വെച്ച് കൊടുത്തു. പിന്നെ ചെയ്ത് കൊടുത്ത അതിൻ്റെ മുകളിൽ കുറച്ച് ചിക്കൻ ഒരു പീസ് 2 പീസ് അങ്ങോട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു ഫ്രൈ ചെയ്തിട്ട്, അതങ്ങോട്ട് ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലിട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അതിൻ്റെ മുകളിൽ ചീസ് ഉണ്ടല്ലോ, ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇടാം. അങ്ങനെ പിന്നെ ലാസ്റ്റ് ഞാൻ അതിൻ്റെ മുകളിലിടുന്നത് ചില്ലി ഗാർലിക് സോസാണ് കേട്ടോ. അതും ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുത്തു. എന്നിട്ടൊന്ന് റോൾ ചെയ്തതിന് ശേഷം ചീസൊക്കെ ഇടുകയാണെങ്കിൽ അതൊന്ന് പതുക്കെ ഒന്ന് ചൂടാക്കുക ഓവനിൽ വെച്ച്, അല്ലെങ്കിൽ നമ്മുടെ ചപ്പാത്തി തട്ടുണ്ടല്ലോ അതിൽ വെച്ച് ചൂടാക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് അങ്ങനെ എടുക്കുമ്പോഴുണ്ടല്ലോ നല്ല രസമാണ് കാണാനും കഴിക്കാനും. നമ്മുടെ മക്കളുടെ കണ്ണിൽ പൊടിയിടാനേ ഇതൊക്കെ ധാരാളമാണ്. ഞാൻ പറഞ്ഞില്ലേ, ടിഫിൻ ബോക്സിൽ കൊടുത്തേച്ചാൽ പാത്രം കാലിയാണെന്ന് അറിയില്ല. ഇങ്ങനെയൊക്കെ നല്ല ചെരിച്ചൊക്കെ സ്ലൈസ് ചെയ്ത് കൊടുത്തേക്കാം, അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്യാം.